ഹായ്, ഇന്ന് നമ്മൾ വരുൺ ബിവറേജസിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. വരുൺ ബിവറേജസ് നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ എന്തിനുണ്ടാവണം, അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, എന്തുകൊണ്ടാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ എങ്ങനെയാണെന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഇപ്പോൾ അത് കറണ്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 464 രൂപയ്ക്കാണ്. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ലൈനുകൾ ഇവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു താഴ്ന്ന ഇപ്പോൾ ഒന്ന് ലെവല് കുറച്ചൊന്ന് ഡിപ്പായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് രണ്ട് മൂന്ന് ലെവലുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് 443 എന്ന് പറഞ്ഞ ലെവല്, അതിനുശേഷം 382 താഴേക്കാണെങ്കിൽ. ഇപ്പോൾ ഈ 443 വന്നിട്ട് എന്താണ് പ്രൈസ് ആക്ഷൻ എന്നുള്ളത് നോക്കിയതിന് ശേഷം ബൈ ചെയ്യേണ്ടവർക്ക് ബൈ ചെയ്യാം. ഇവിടെ നിന്ന് റിജക്റ്റ് ചെയ്ത് മോൾ സൈഡിലേക്കാണ് നമ്മുടെ പ്രൈസ് ആക്ഷൻ പറയുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഗ്രാജുവലി ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പർ ലെവലിലോട്ട് കിട്ടും. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് ഒരു ട്രെൻഡ് റിവേഴ്സ് ആയിട്ടുണ്ട്. ട്രെൻഡ് റിവേഴ്സിൽ അതിനുശേഷം ഒരു ഹയർ ഹൈ ആണ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് അടുത്ത ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് ഗ്രാജുവലി മുകളിലോട്ട് പോകും. അതല്ല, ഈ ഒരു ലെവലിൽ നിന്ന് ബ്രേക്ക് താഴേക്കാണ് കിട്ടുന്ന പ്രൈസ് ആക്ഷൻ എന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് ചെയ്ത് നോക്കുക, വാച്ച് ചെയ്യുക. ഈ ഒരു റേഞ്ചിൽ നമുക്ക് ബൈ ചെയ്യാനുള്ളൊരു അഗെയിൻ ബൈ ചെയ്ത് ഡിപ്പാണ്. ഈ ഡിപ്പിൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. സോ ഈ ലെവലിൽ നിന്ന് താഴോട്ട് എന്തായാലും തോന്നുന്നില്ല. അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ നോക്കിയിട്ടും അതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ നോക്കിയിട്ടും പിന്നെ ഇനി മാർക്കറ്റിന് വല്ല നല്ല രീതിയിൽ ക്രാഷോ മറ്റോ വന്നാൽ മാത്രം ഇതിലും താഴേക്ക് പോകാൻ സാധ്യതയുള്ളൂ. ഈ ഒരു റേഞ്ച് വരെ മാക്സിമം വരും താഴേക്കാണെങ്കിൽ പോലും. മോസ്റ്റ് പ്രോബ്ലി എൻ്റെ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ ഈ ഒരു റേഞ്ചിൽ 440-35 റേഞ്ചിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് ഗ്രാജുവലി മുകളിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ലെവൽ വാച്ച് ചെയ്യുക. അതിനുശേഷം താഴേക്കാണെന്നുണ്ടെങ്കിൽ ഈ ലെവൽ വാച്ച് ചെയ്യുക. ഈ താഴെ ലെവലിൽ നേരത്തെ ഞാൻ വരച്ചിട്ടിരിക്കുന്ന ലൈനാണ് അത്. അവിടേക്കൊന്നും വരാൻ സാധ്യത തീരെയില്ല. ഓക്കെ, അപ്പോൾ തീരെ നല്ല വരില്ല. അത് കൺവെൻഷൻ കറക്റ്റാണ്, അത് വരില്ല. ഇവിടെ ഒന്നും അത് പ്രൈസ് നോർമൽ സിനാരിയോയിൽ മാർക്കറ്റ് ക്രാഷോ അല്ലെങ്കിൽ ഇഷ്യൂസോ ഒന്നും ഇല്ലെങ്കിൽ, ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു ഇറാൻ US ഇഷ്യൂ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയത്തില്ല. മാർക്കറ്റ് റിയാക്ഷൻ കൂടുതലാണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇതിനകത്ത് എന്തായാലും വരും. ഇപ്പോൾ ഇന്നലെയും US ഇറാൻ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നൊക്കെയാണ് ന്യൂസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇത് വരും. പക്ഷേ ആ ഇമ്പാക്റ്റ് വരികയാണെങ്കിൽ തന്നെ നമുക്കത് യൂസ്ഫുൾ ആയിട്ട് എടുക്കാനാണ് ഏറ്റവും ബെറ്റർ. ബിക്കോസ് നമുക്ക് കുറച്ച് ഡിപ്പിൽ അത് ബൈ ചെയ്യാൻ പറ്റും. ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 380 എന്നൊക്കെ പറഞ്ഞാൽ ഇതിന് താഴേക്ക് പോകില്ല ഒരു കാരണവശാലും. എന്നാൽ നല്ല ഹ്യൂജ് ബെറ്റർ സപ്പോർട്ട് സോണാണ്. മാത്രമല്ല ഇവിടെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഈ ഒരു ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്തു. ഓക്കെ, ഇവിടുത്തെ നല്ല സെല്ലിംഗ് പ്രഷറിലാണ് വന്നത്. ആ സെല്ലേഴ്സിനെ കവർ ചെയ്തുകൊണ്ട് ഇവിടെ ബയേഴ്സ് ആക്ടിവേറ്റ് ചെയ്തു. എഗെയിൻ സെല്ലേഴ്സിനെ തിരിച്ച് ആ ലൈനിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, സോ ഇവിടെ ഒരു ഡബിൾ ബോട്ടം, ഒരു ചെറിയ രീതിയിൽ റീടെസ്റ്റിങ്, ഡബിൾ ബോട്ടം എന്ന് പറയാൻ പറ്റില്ല പോലും, ഒരു റീടെസ്റ്റിങ് ചെയ്തിട്ടാണ് ഈ മാർക്കറ്റ് തിരിച്ച് കയറി മുകളിലോട്ട് പോയിരിക്കുന്നത്. സോ ഇവിടെ ഒരു ലോങ് റേഞ്ചിൽ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ ആണ്. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഈ ഒരു റേഞ്ച് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഒരു ചെറിയ രീതിയിലൊരു കൺസോൾട്ടേഷൻ വന്നുകൊണ്ടിരിക്കുക, ഒരു ചെറിയ രീതിയിലൊരു കൺസോൾട്ടേഷൻ ആണ്. ഓക്കെ, ഈ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ലെവലിൽ താഴേക്ക് പോയിട്ടുണ്ട്. ഈ താഴേക്ക് പോകുന്നത് ഈ ലെവലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ലെവലിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചാണ് ഇത്. ഓക്കെ, ചെറിയ രീതിയിൽ കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയും മാർക്കറ്റ് മുകളിലോട്ട് കയറി വന്നതിന് ശേഷമുള്ള കൺസോൾട്ടേഷൻ ആണ്. അപ്പോൾ അതിനുശേഷമുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ലെവൽ വരെ അത് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ ആക്ട് ചെയ്യുന്നത് അനുസരിച്ചിട്ടായിരിക്കും നെക്സ്റ്റ് മൂവ് കിട്ടുന്നത്. സോ താഴേക്ക് ഇറങ്ങുവാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ വറി ആവേണ്ട കാര്യമില്ല. ഈ ഒരു വോളിയം, ഈ ഒരു റേഞ്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ഡിപ്പിൽ കുറച്ചുകൂടി വാങ്ങി എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എടുക്കുക. സോ അതിനുശേഷം ഇത് മാർക്കറ്റ് എന്തായാലും തിരിച്ച് മുകളിലോട്ട് കയറും. ആ സമയത്ത് എന്തായാലും ഇത് നല്ല രീതിയിൽ മൂവ് ചെയ്യും. മാത്രമല്ല ഈ ഫണ്ടമെന്റൽ നോക്കിയാലും ഇത് താഴേക്ക് ഇറങ്ങി വേണ്ട യാതൊരു കാര്യമില്ല. അത് വേറെ ഒരു റീസണിലും താഴേക്ക് ഇറങ്ങി വരേണ്ടതായിട്ടില്ല. ബിക്കോസ് അതിൻ്റെ ഒരു നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും.
ഇയർ ഓൺ ഇയർ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 1500, 2200, 2600, 3000, ഒരു 3200, ആ ഒരു രീതിയിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് അങ്ങനെയൊന്നും അല്ല, ഒരു സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ആണ്. ആ സ്റ്റാൻഡേർഡ് ഗ്രോത്ത് അതിൻ്റെ പ്രോഫിറ്റിൽ കാണാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കൃത്യമായിട്ട് ടോട്ടൽ അസറ്റിൻ്റെ കാറ്റഗറി. ടോട്ടൽ അസറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, കൃത്യമായ ഒരു രീതിയിൽ അത് കൂടിക്കൊണ്ടിരിക്കുന്നു. 11,000-ൽ നിന്നും 15,000-ലാവുകയും 15,000-ൽ 23,000, 23,000-ൽ നിന്നും 25,000 ആവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയർ ഓൺ ഇയർ. അതിൻ്റെ അർത്ഥം മാർക്കറ്റ് ഇപ്പം ഏതൊക്കെ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇതൊരു പൊട്ടൻഷ്യൽ വരുന്നുണ്ട്. ആ പൊട്ടൻഷ്യൽ അനുസരിച്ച് ഇത് ഡയറക്ഷനിൽ മുകളിലേക്ക് പോകുന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് ന്യൂസസ് അല്ല, സ്റ്റോക്ക് എങ്ങനെയാണ്, ഇപ്പോൾ എന്താണ് അതിൻ്റെ ആ കമ്പനിയുടെ ആക്ഷനൊക്കെ. ഇതിപ്പോൾ ഇൻ്റർനാഷണലി കുറേ ടൈപ്പുകൾ നടന്നിട്ടുണ്ട്. കുറേ സൗത്ത് ആഫ്രിക്കയിൽ കുറേ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. കുറേ എണ്ണം അവർ കുറേ 1-2 കമ്പനീസ് അവർ എടുത്തിട്ടുണ്ട്. ഐ മീൻ ഈ പറഞ്ഞ ബിവറേജസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സപ്ലൈയും അതുകൊണ്ട് തന്നെ മാനുഫാക്ചറിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ അക്വസിഷൻ ചെയ്തിട്ടുണ്ട്. അത് ഇൻ്റർനാഷണൽ ലെവലിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇന്ത്യക്ക് പുറത്തും ഒരു 33% അവരുടെ ബിസിനസ് ഔട്ട്സൈഡും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് ഇൻ്റർനാഷണലി നല്ല രീതിയിൽ എക്സ്പോസ് ആവുന്ന ഒരു സ്റ്റോക്കാണത്. ഐ മീൻ അതിൻ്റെ ഒരു ഗ്രോത്ത് ഈ ഒരു സ്റ്റോക്കിലും ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇത് പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു വിധമായ ഇഷ്യൂസും അല്ലെങ്കിൽ ദോഷവും ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഉണ്ടാവുകയും ചെയ്യും. മുകളിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഇത് ഇപ്പം ഈ ഒരു റേഞ്ചിൽ നിന്നും നമുക്ക് പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് മുകളിലേക്കാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഗ്രാജുവലി നമുക്ക് ഇതിൽ 617 വരെ ആ റേഞ്ച് വരെ എന്തായാലും പോകും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിൽ നോക്കുക. ഈ ഒരു ലെവലിലെ പ്രൈസ് ആക്ഷൻ എന്താണെന്ന് നോക്കിയതിന് ശേഷം മുകളിലേക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു ലൈനിനെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ബൈ ചെയ്യാം. അതല്ല താഴേക്കാണെന്നുണ്ടെങ്കിൽ വാച്ച് ചെയ്യുക. ഈ ഒരു ലെവലിൽ എന്താണ് പ്രൈസ് ആക്ഷൻ നടക്കുക നോക്കുക. അപ്പോൾ ഈ ഒരു ലെവലോട് കൂടി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് മുകളിലേക്കാണോ എന്നുള്ളത്. സോ എൻ്റെ ഒരു കൺവിക്ഷൻ പ്രകാരം ഈ പറയുന്ന ഈ ഒരു ലെവലിൽ അത് സപ്പോർട്ട് എടുത്തുകൊണ്ട് അത് ഗ്രാജുവലി അത് മുകളിലേക്ക് പോകാനാണ് സാധ്യത. സോ ലെറ്റ്സ് സി, ഈ ലെവലുകൾ വാച്ച് ചെയ്യുക, ഈ ലെവലുകൾ നോക്കുക. അതാണ് നമ്മുടെ ട്രേഡിങ് അറിയാമെന്നുണ്ടെങ്കിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ എപ്പം എൻട്രി എടുക്കണം, എപ്പം എക്സിറ്റ് ചെയ്യണം എന്നുള്ള വ്യക്തമായിട്ട് നമുക്കൊരു ധാരണ കിട്ടും. അപ്പോൾ അതാണ് ഈ ലെവലിൻ്റെ ഇമ്പോർട്ടൻറ്റ്. ഈ ലെവൽ നോക്കി വെക്കുക. ഈ ലെവലിൽ എന്താണ് ആക്ഷൻ നടക്കുന്നത് അവിടെ വെച്ചിട്ട് ആ ഒരു ലെവലിൽ വെച്ചിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുക അവിടെയാണ്. അല്ലാതെ ഒരാൾ നേരത്തെ ഈ ലെവൽ വാങ്ങണം അല്ലെങ്കിൽ ആ ലെവൽ വിൽക്കണം അങ്ങനെയൊന്നുമല്ല. ഇതതിൻ്റെ ഒരു രീതി. ഇതിൻ്റെ ഒരു സ്റ്റഡി എങ്ങനെയാണ്, എന്താണ് ആക്ട് അക്കോർഡിംഗ്ലി എന്ന് പറയുന്ന പോലെ ആ ഒരു ലെവലിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണോ അവിടെ ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് കഴിയുക അതാണ് ചെയ്യേണ്ടത്. മറ്റേ പറഞ്ഞിട്ട് ബൈ ചെയ്യുക, മറ്റേ പറഞ്ഞിട്ട് സെല് ചെയ്യുന്നിടത്തോളം അതിലൊന്നും ഒരു പൊട്ടൻഷ്യലും കിട്ടില്ല. സോ സ്വന്തമായിട്ട് അത് ബിൽഡപ്പ് ചെയ്യുക. അപ്പോൾ ഈ ലെവലുകൾ നിങ്ങൾ വാച്ച് ചെയ്യുക. ഈ ലെവലിൽ എന്താണ് പ്രൈസ് ആക്ഷൻ നടക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ ആക്ട് ചെയ്യുക. സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇവിടുത്തെ ലെവലിൽ എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുക എന്നുള്ളത്. കണ്ടില്ലേ, ഈ ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു, അതിനുശേഷം അപ്പ് സൈഡിൽ അനദർ ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഇത് ഇവിടെ പ്രൈസ് ആക്ഷൻ എങ്ങനെ വർക്ക് ചെയ്തു, മുകളിലേക്ക് പോയി. ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ എന്താണെന്ന് നോക്കുക, അതനുസരിച്ച് ആക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. നമ്മളല്ലേ മൈൻഡായിട്ട് ആയിട്ടൊന്നും ആരോടും പറയുന്നില്ല, ഇതിപ്പം ഇതിൻ്റെ ഒരു പർപ്പസിന് വേണ്ടി ചെയ്യുന്നതുമല്ല. സോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോസ് മിസ്സാവാതെ തീർച്ചയായിട്ടും കിട്ടും. ഇതുപോണം ഡീപ്പ് അനലൈസ് ചെയ്യുന്ന ഫ്രീ ചാനലുകൾ കുറവാണ്. ഡീപ്പായിട്ട് ആരും അനലൈസ് ചെയ്ത് ചെയ്യാറില്ല സ്റ്റോക്കുകൾ. കേസ് ടു കേസ് എടുത്താലും നോക്കാറില്ല, പറയാറില്ല. അവരവരുടെ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഇടുന്നെങ്കിലേ ഉള്ളൂ ഇന്നത് ഈ റേഞ്ചിൽ വാങ്ങും, ഈ റേഞ്ചിൽ സെല്ല് ചെയ്യും. എന്തിന് വാങ്ങണം, എന്തിന് വിൽക്കണം എന്നുള്ളതൊന്നും ആരും പറയാറില്ല. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും, അതെനിക്ക് ഉപകാരമായിരിക്കും. ഓക്കെ.